ഓട്രേഡ് എന്ന് പറയുന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് റോബോട്ടുകൾ നമ്മൾ മുമ്പും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനും ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 2-3 റോബോട്ടുകളുണ്ട്. അതിലെ ഒരു റോബോട്ട് മാത്രമാണ് നമ്മുടെ ഓട്രേഡ് എന്ന് പറയുന്ന ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റു ബോട്ടുകളിൽ നിന്നുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ആക്ടിവേഷൻ ചെയ്യാൻ വെറും $25 മതി എന്നതാണ്. മറ്റു റോബോട്ടുകൾക്കൊക്കെ നിലവിൽ 100 അതുപോലെ $150 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ കാണുന്ന ഭാഗം പ്രോഫിറ്റ് എന്നുള്ള ഭാഗമാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ 21-ാം തീയതി അതായത് ശനിയാഴ്ചയാണ് നമ്മൾ ഈ റോബോട്ട് കണക്ട് ചെയ്യുന്നത്. അന്ന് $7 പ്രോഫിറ്റ്, 22-ാം തീയതി 3.19, 23-ാം തീയതി 5.86, 24-ന് 2.89. ഇപ്പം നിലവിൽ ട്രേഡ് പ്രോഫിറ്റ് ആവാതെ കിടക്കുന്നത് 101.84. അപ്പോൾ ഇതുവരെ ഡ്രോ ഡൗണൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെയാണ് ഇത് പ്രോഫിറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ റോബോട്ട്. അപ്പോൾ പ്രൊഫൈൽ നമ്മൾ കണ്ടു. പിന്നെ ടീം അത് നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നതാണ്. അടുത്ത ഗ്യാസ് എന്ന് പറയുന്ന ഇതാണ് നമ്മളുടെ ഗ്യാസ്. നമ്മൾ $25 ഗ്യാസ് വാങ്ങിയ 2500 ഗ്യാസാണ് കിട്ടുക. എനിക്കിപ്പോൾ 1664 ഗ്യാസാണ് ഇനി ബാക്കിയുള്ളത്. ബാക്കി അതിൽ നിന്ന് തീർന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ ബൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 2500 പർച്ചേസ് ചെയ്യാം. അത് $100 പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് $10 ഡിസ്കൗണ്ടോട് കൂടി $90 മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിയിൽ കാണുന്ന അസറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇവിടെ വാലറ്റിൽ നമ്മൾ ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണും. ഇവിടെ ഡെപ്പോസിറ്റ് ഉണ്ട്, വിഡ്രോ ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പോളിഗൺ നെറ്റ്വർക്കിൻ്റെ അഡ്രസ്സ് ഇവിടെ കിട്ടും. അവിടുന്ന് മാറി ട്രോൺ TRC20 വേണ്ടവർക്ക് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെറ്റ്വർക്ക് ചാർജ് കുറയാൻ എപ്പോഴും നല്ലത് പോളിഗൺ നെറ്റ്വർക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ അഡ്രസ്സ് കോപ്പി ചെയ്ത് ബിനാൻസിൽ നിന്നോ മറ്റേത് പ്ലാറ്റ്ഫോമിൽ നിന്നാണോ നമ്മളിങ്ങോട്ട് ഫണ്ട് കൊണ്ടുവരേണ്ടത് വെച്ചാൽ അവിടേക്ക് കൊണ്ടുവരാം. അതിൻ്റെ ശേഷമാണ് ഗ്യാസ് ഫീ പർച്ചേസ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ മാർക്കറ്റ് എന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇതിലൊരുപാട് കോയിനുകളുണ്ട്. അതിൽ മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കോയിനുകളിലേക്ക് മാറാം. ആ കോയിൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ കോയിന്മേൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പല സ്ട്രാറ്റജികൾ ഇവിടെ ഉണ്ട്. ആ സ്ട്രാറ്റജികൾ ഓരോന്നായിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് പോകാം. അല്ലെങ്കിൽ ഈ ട്രേഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രാറ്റജി എന്നൊരു ഭാഗം മേലെ കാണാം. അപ്പോൾ അതിൽ ഈ കാണുന്നതൊക്കെ ഇതിൽ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ബോട്ടുകളാണ്. ഇതിലേറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബോട്ട് സ്പോട്ട് റീബാലൻസിങ് എന്ന് പറയുന്ന ബോട്ടാണ്. അപ്പോൾ അത് സ്പോട്ടിലാണ് ട്രേഡ് നടക്കുന്നത്. അതേപോലെ സ്പോട്ട് AI ഗ്രിഡ്, സ്പോട്ട് AI DCA ഇതൊക്കെ സ്പോട്ട് ട്രേഡാണ്. നേരെ മറിച്ച് അവിടെ ഫ്യൂച്ചർ റിലേറ്റീവ് വാല്യൂ, ഫ്യൂച്ചർ AI DCA ഇതൊക്കെ ഫ്യൂച്ചർ ട്രേഡാണ്. അപ്പോൾ ഇതിൽ ഏത് സ്ട്രാറ്റജി വേണമെന്ന് ഓരോരുത്തർക്കും സെലക്ട് ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബോട്ടാണ് സ്പോട്ട് റീബാലൻസിങ്. നമുക്ക് ആ റീബാലൻസിങ് എന്നുള്ള ബോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു പേജിലേക്കാണത് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നല്ല വാല്യൂ ഉള്ള എന്ത് സംഭവിച്ചാലും എത്ര താഴോട്ടേക്ക് അതിൻ്റെ വില കൂപ്പുകുത്തിയാലും തിരിച്ച് നല്ലൊരു വിലയിലേക്ക് എത്തുന്ന കോയിനുകളാണെന്ന് ബോധ്യമുള്ള BTC, എതേറിയം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ക്രിപ്റ്റോ കറൻസികളുണ്ട്. ആ കറൻസികളെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നല്ലത് ഈ മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ കോയിനും മാർക്കറ്റ് ക്യാപ്പ് നോക്കിയിട്ട് അതിലേക്ക് ഫണ്ട് ഡിവൈഡ് ആവും. അപ്പോൾ നമുക്കിവിടെ ഓരോ കറൻസികൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് BTC സെലക്ട് ചെയ്തു. കാരണം BTC നമുക്കറിയാം നല്ലൊരു കോയിനാണെന്ന് എല്ലാവർക്കും അറിയുന്നൊരു കോയിനാണ്. വീണ്ടും നമ്മൾ ആഡ് കോയിൻ ക്ലിക്ക് ചെയ്തിട്ട് എതേറിയം ക്ലിക്ക് ചെയ്തു. അപ്പോൾ 50% BTCയിലും 50% എതേറിയത്തിലുമാണ് ഇപ്പോൾ അവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് വേറെ ചില കറൻസികൾ, ഇപ്പോൾ സോള് നല്ലൊരു കറൻസിയാണ്. അപ്പോൾ സോള് ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ എതേറിയം സോളും 33 അതുപോലെ BTC 34 സെലക്ട് ആയിട്ടുള്ളത്. കാരണം അവിടെ കുറച്ചും കൂടെ മാർക്കറ്റ് ക്യാപ്പ് കൂടുതൽ BTCക്ക് ആയതുകൊണ്ടാണ് അവിടെ അങ്ങനെ കാണിക്കുന്നത്. മറ്റൊന്ന്, ഇനി നമുക്കിവിടെ വേറെ ഏതെങ്കിലും ഒരു കോയിൻ, ഉദാഹരണത്തിന് ഈ പേ എന്താ വായിക്കുന്നറിയില്ല കേട്ടോ, എന്ത് വായിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാ കോയിനും നമുക്ക് 25 മാറിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് BNB നമുക്കറിയാം വളരെ നല്ലൊരു കോയിനാണ്. ഇപ്പോൾ എല്ലാം 20 മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഓരോ കോയിൻ എത്ര കോയിൻ വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫണ്ട് ഇപ്പോൾ മാക്സിമം പൊസിഷൻ എന്നുള്ളിടത്ത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം 300 എന്നാണ് കാണിക്കുന്നത്.
അതായത് $300 ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ട്രേഡ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള ഫണ്ട് ഇത്ര ഓരോ ശതമാനം 20% ഇന്ന കോയിനിൽ 20% ഇന്ന കോയിനിൽ ഇങ്ങനെയായിരിക്കും ഇവിടെ ട്രേഡ് നടക്കുക. എന്നിട്ട് ഇത് റീബാലൻസിങ് എന്ന് പറയും. ഇത് മാർക്കറ്റ് ക്യാപ്പും അതുപോലെ കോയിൻ്റെ വാല്യൂ ഒക്കെ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് ഓരോ കോയിൻ മാറി മറ്റേ കോയിനിലേക്ക് ചേഞ്ചായി അങ്ങനെയാണ് ഇതിൽ ട്രേഡ് നടക്കുക. ഇങ്ങനെ നടക്കുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ വലിയൊരു ലോസിലേക്ക് പോയി, ഇപ്പോൾ BTC നമ്മൾ കുറച്ച് വാങ്ങിയിട്ടിരുന്നു. BTC ഇപ്പോൾ നമുക്കറിയാം $1,00,000 ഇതിൻ്റെ വില. അത് ഒരു $50,000 ചുരുങ്ങിയാൽ നമുക്കറിയാം BTC ആയതുകൊണ്ട് അത് എന്തായാലും കയറി വരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷ വെച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കിവിടെ ഈ ലോഞ്ച് എന്നടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബോട്ട് ഇവിടെ സ്റ്റാർട്ടാവും. ഇങ്ങനെയാണ് ഇതിലെ ഈ ഒരു ബോട്ട് ആക്ടിവേഷൻ ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോ ബോട്ടുകളിലും വ്യത്യസ്ത രീതിയിലാണ് ട്രേഡ് നടക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്ററൊക്കെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചർ CTA എന്ന് പറയുന്ന ഈ ഒരു ബോട്ട് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം. ഇവിടെ സൂപ്പർ ട്രെൻഡും RSIയും വെച്ചിട്ടാണ് ഇവിടെ ഈ ട്രേഡ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും വേറെ ഇൻഡിക്കേറ്ററൊക്കെ വേണമെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. നിലവിലുള്ള ഇൻഡിക്കേറ്ററിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതുമാണ്. ഇത് നമുക്ക് ബാക്ക് ടെസ്റ്റ് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ബാക്ക് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് $89. അതിൽ 50% വിന്നിങ് റേറ്റാണ്. ആവറേജ് പ്രോഫിറ്റ് $7. ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ പോയാൽ നമുക്കറിയാം മൊത്തം ട്രേഡ് നടന്നത് 12 അതിൽ പ്രോഫിറ്റ് കിട്ടിയത് 6 ബാക്കിയൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. എന്നിട്ടും ഇവിടെ ഓവറോൾ നോക്കിയാൽ പ്രോഫിറ്റാണ്. നമ്മളെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ കഴിയും. അതേപോലെ നമുക്ക് ഇനി ഇൻഡിക്കേറ്ററുകൾ മാറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ മാറ്റി ഇപ്പോൾ RSI പീരീഡ് 26 നമുക്കിപ്പോൾ ഒരു 30 ആക്കണം. അപ്പോൾ നമുക്കിവിടെ 30 ആക്കി. അതുപോലെ ഓവർ സോൾഡ് 40 ഓവർ ബോട്ട് 60 അതങ്ങനെ തന്നെ വെച്ചു. ഇനി ഒന്ന് ബാക്ക് ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം പ്രോഫിറ്റ് ഇവിടെ 37 ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും സ്ട്രാറ്റജികൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതിലുള്ള സ്ട്രാറ്റജി നമുക്ക് വ്യത്യസ്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ നമുക്ക് ഇതിൽ നിന്ന് നല്ല സ്ട്രാറ്റജികൾ കണ്ടെത്തിയിട്ട് നമുക്കിവിടെ ഈ ലോഞ്ച് എന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇതിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇതിൽ ഏത് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് സ്വന്തമായി പഠിച്ചോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ലീഡേഴ്സിനായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടോ ചെയ്യാം. ഇനി കോപ്പി ട്രേഡിംഗ് എന്ന് പറയുന്ന മറ്റൊരു സെക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ട്രേഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ കാണാം. അതിൻ്റെ പ്രോഫിറ്റ് അതുപോലെ ലോസ് നിലവിലുള്ള കാര്യങ്ങളൊക്കെ ഇത് ബാക്ക് ടെസ്റ്റ് നമുക്ക് എടുത്തു നോക്കിയാൽ ഇതേപോലെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഇവിടെ കാണാൻ പറ്റും. മാക്സിമം പൊസിഷൻ $188. അതുപോലെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ നമുക്ക് ഡെയിലി റിട്ടേൺ കിട്ടിയിട്ടുള്ളത് 0.8%. ഇതിൽ ഓരോ കോപ്പി നമുക്ക് ഇതേപോലെ വായിച്ച് നോക്കി നമുക്ക് ബാക്ക് ടെസ്റ്റ് എന്നുള്ളത് അടിച്ച് നമുക്ക് ഡെയിലി എത്ര കിട്ടി മറ്റത് എത്ര കിട്ടി എന്നൊക്കെ നോക്കിയിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ കോപ്പി ട്രേഡിങ്ങിൻ്റെ സംവിധാനം. ഇനി അസറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബിനാൻസിൽ കാണുന്ന നമ്മുടെ അസറ്റ് സ്പോട്ടിൽ എത്ര ഉണ്ട് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാം. അപ്പോൾ ഈ ട്രേഡ് എന്നുള്ള ഭാഗത്ത് പോയി നോക്കിയാൽ റോബോട്ട് എന്നുള്ള സെക്ഷനിൽ പോയാൽ നിലവിൽ എനിക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം. എനിക്ക് ഫ്യൂച്ചർ ട്രേഡിൽ $19.76 പ്രോഫിറ്റ്, അതുപോലെ സ്പോട്ടിൽ 3.12 പ്രോഫിറ്റ്. അത് നമുക്കിവിടെ ഈ റെക്കോർഡ് എന്നുള്ള ഭാഗത്ത് പോയാൽ ഓരോ ട്രേഡും ക്ലോസ് ചെയ്തതും അതിൻ്റെ ഹിസ്റ്ററിയും കാണാം. അതേപോലെ തന്നെ നമുക്ക് ഈ റോബോട്ട് എന്നുള്ളതിൽ തന്നെ ഈ റെക്കോർഡിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഗ്രാഫായിട്ട് ഇതിൻ്റെ പ്രോഫിറ്റ് എത്ര ഓരോ ദിവസം കിട്ടിയെന്നുള്ളത് കാണാം. അപ്പോൾ ഇത് നല്ലൊരു ട്രേഡിംഗ് ബോട്ട് തന്നെയാണ്. താല്പര്യമുള്ള ആളുകൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മളെ ഫണ്ട് കിടക്കുന്നത് ബിനാൻസിലാണ് ട്രേഡ് നടക്കുന്നത്. ഇനി ഇവിടെ നടക്കുന്ന ട്രേഡ് നമുക്ക് ബിനാൻസിൽ വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം. ഇവിടെ നടക്കുന്ന ഡ്രോ ഡൗണും ഇതൊക്കെ തന്നെ അല്ലേ ബിനാൻസിൽ നിന്ന് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ ബിനാൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബിനാൻസിൽ വാലറ്റ് എന്നുള്ള ഭാഗത്ത് ഫ്യൂച്ചർ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഇന്ന് $3 പ്രോഫിറ്റാണ് ഇവിടെ കാണിക്കുന്നത്. അൺറിലീസ്ഡ് PNL $2. ഇവിടെ നടക്കുന്ന ഓരോ ട്രേഡും അത് പ്രോഫിറ്റും ലോസും നമുക്കിവിടെ നോക്കിയാൽ കാണാം. ഇവിടെ ബൈയും സെല്ലും ഒരുമിച്ച് നടക്കുന്നതുകൊണ്ടാണ് ഡ്രോ ഡൗൺ ഇത്ര കുറവ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹെഡ്ജിങ് മെത്തേഡിലാണ് ഈ ട്രേഡ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതുവരെ ചെക്ക് ചെയ്തിട്ട് $5 മേലേക്ക് ലോസിലേക്ക് പോയത് ഞാൻ കണ്ടിട്ടില്ല. ചില സമയത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് തന്നെയാണ് ഇത് നമുക്ക് ഈ ഒരു കുറഞ്ഞ ദിവസം കൊണ്ട് സമ്മാനിച്ചിട്ടുള്ളത്.